അർദ്ധരാത്രി വീടിൻ്റെ വാതിൽ പൊളിച്ച് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ പുരുഷ പോലീസിനു കയറി അവരെ ഭീഷണിപ്പെടുത്തുന്നത് ഏതു നിയമപ്രകാരമാണ്? സ്ത്രീകൾ ഉറങ്ങുന്ന മുറിയിൽ വാതിൽ തള്ളിത്തുറന്ന് കയറുന്ന പുരുഷ പോലീസുകാർ, അതും കേട്ടാൽ അറയ്ക്കുന്ന ചീത്തവിളിയും പുലഭ്യവുമായി. കാരണവർക്ക് അടുപ്പിലുമാകാം എന്ന പോലെ സ്റ്റേറ്റ് ഭരിക്കുന്ന പോലീസിനു രാത്രി സ്ത്രീകൾ ഉള്ള വീടുകളിൽ കടക്കാൻ എന്തിന് സെർച്ച് വാറണ്ട്? എന്തിന് വനിതാ പോലീസ്? ശബരിമല കേസിൽ പ്രതികളെ പിടിക്കാൻ എന്ന പേരിൽ പാതിരാത്രി കരുനാഗപ്പള്ളിയിൽ വീടുകളിൽ കയറി പോലീസ് നടത്തിയ കാര്യങ്ങൾ വീട്ടമ്മമാരും സ്ത്രീകളും കർമ്മ ന്യൂസിനോട് പറയുന്നു. ഒരു തെറ്റും ചെയ്യാത്തവരെ പുലർച്ചെ 4 മണിക്ക് വന്ന് വീട്ടിൽ ബലമായി കയറി പിടിക്കുക, ശരീരമാകെ മർദ്ദിക്കുക, സ്ത്രീകൾ കിടക്കുന്ന മുറികളിൽ പാതിരാത്രി പോലീസ് കയറി ഇറങ്ങുക, ഉറങ്ങിക്കിടക്കുന്നവരുടെ പുതപ്പ് വലിച്ചു മാറ്റുക, വീടിൻ്റെ വാതിലുകൾ ഇടിച്ചും ചവിട്ടിയും കല്ലുകൊണ്ടും ഇടിച്ചും തകർക്കുക, മക്കളെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് അമ്മമാർ ബോധം കെട്ട് രാത്രി പോലീസ് ജീപ്പിനടുത്ത് ബോധം കെട്ട് വീഴുക. വവ്വാക്കാവിലെ രാമനിലയത്തിൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുമ്പോൾ 15ഓളം വരുന്ന പോലീസ് സംഘം എത്തി അതിക്രമം നടത്തുകയായിരുന്നു. വീട്ടുകാർ വാതിൽ തുറക്കാതിരുന്നപ്പോൾ വാതിലുകൾ കട്ടയും കല്ലും കൊണ്ട് ഇടിച്ചിളക്കി, പൂട്ട് തകർത്തു. വീട്ടിൽ കയറിയ ശേഷം അവിടെ കണ്ട ലാപ്ടോപ്പ് തകർത്തു, ടിവിയും നശിപ്പിച്ചു, ക്യാമറകൾ തകർത്തു. മുറ്റത്ത് ഇരുന്ന 2 ബൈക്കുകൾ കുത്തിക്കീറി. കരുനാഗപ്പള്ളിയിലെ വിഷ്ണുവിൻ്റെ വീട്ടിലും നന്ദകുമാറിൻ്റെ വീട്ടിലും നടന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അമ്മമാർ പറയുന്നത് കേൾക്കാം. എനിക്ക് സാറിനോട് പറയാനുള്ളത്, ഇപ്പോഴും ആ ഒരു ദുരന്തം ഓർക്കുമ്പോൾ എൻ്റെ മോനെ ഇവിടെ വെളുപ്പിന് 4 മണിക്ക് കിടക്കുന്നിടത്തുനിന്ന് വന്നു പുതപ്പും വലിച്ചെടുത്ത്, ഞങ്ങൾ ഒരു തെറ്റും എൻ്റെ മോനും ഞങ്ങളും ചെയ്തിട്ടില്ല. പക്ഷേ 4 മണിക്ക് വന്ന് എൻ്റെ മോനെ പുതപ്പെടുത്ത് വലിച്ച് കളഞ്ഞിട്ട് എൻ്റെ മോനെ ഉപദ്രവിച്ച് ഇവിടുന്ന് ആഭാസത്തരവും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയി. 4-5 പോലീസുകാരുണ്ടായിരുന്നു. വീട്ടിനകത്ത് ഇടിച്ച് കയറി കതവ് ഇടിച്ച് ഇളക്കി എൻ്റെ മോനെ പിടിച്ചുകൊണ്ട് പോയത്. ഞാനും എൻ്റെ ഭർത്താവ് ഇവിടെ നോക്കി നിൽക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ പുറത്തും എൻ്റെ കുഞ്ഞിൻ്റെ സകലമാനം എടുത്തും അടിച്ച് ശരിയാക്കി ഇടിച്ചിടിച്ചാണ് കൊണ്ടുപോയത്. അവസാനം ഞാൻ ഇവിടുന്ന് കരഞ്ഞും കൊണ്ട് പിന്നെ ജീപ്പിൻ്റെ ഇരിക്കെ പോയി ഞാൻ ബോധം കെട്ട് വീണ്. എൻ്റെ ചേട്ടനാണെങ്കിൽ അന്നേരം ഈയൽ വിറയ്ക്കുന്ന പോലെ ഇവിടെ നിന്ന് വിറയ്ക്കുക. പക്ഷേ ഇപ്പോഴും ആ സംഭവം ഓർക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിനകത്ത് ഭയങ്കര വേദനയാണ് സാറേ. എന്തോ ചെയ്യാനാണ്, എൻ്റെ മോനൊരു തെറ്റും ചെയ്തില്ല. വനിതാ മതിലിൻ്റെ പിറ്റേന്നായിരുന്നു സംഭവം. അവനിവിടെ വന്ന് കിടന്ന് എന്നും ഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിച്ചിട്ട് അവനിവിടെ കിടന്ന് ഉറങ്ങി. പപ്പായോടും അമ്മയോടും ഒന്നും പറഞ്ഞില്ല, കാരണം അവനൊരു തെറ്റും ചെയ്തില്ല. അവനിവിടെ കിടന്ന് ഉറങ്ങി. അപ്പം വെളുപ്പിനെ ഇതുപോലെ കൂട്ടുകാർ വിളിക്കുന്നത് പോലെ വിഷ്ണുവേ 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 എന്നും പറഞ്ഞ് വിളിച്ചു. എൻ്റെ ഭർത്താവ് കതവ് തുറന്നു. അത് തുറന്നപ്പോഴത്തേന് ചാടി 3-4 പോലീസുകാർ അകത്ത് വന്ന് ആവാസത്തര ഒരു വീട്ടിലും ചെന്ന് ഒരു രക്ഷകർത്താക്കളുള്ളിടത്തായാലും മക്കളുള്ളിടത്തായാലും ആരോടും പറയാത്ത രീതിയിലുള്ള ചീത്ത വിളിച്ചേച്ചായിരുന്നു എൻ്റെ മോനെ പിടിച്ചുകൊണ്ട് പോയത്. അവസാനം എൻ്റെ മോൻ 11 ദിവസം കൊല്ലം ജയിലിൽ കിടന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ മോനെ ഈശ്വരൻ്റെ മുമ്പാകെ ഇവിടെ കരുനാഗപ്പള്ളി കോടതി വെച്ച് തന്നെ എൻ്റെ മോന് ജാമ്യം കിട്ടി. ഞാൻ വിഷ്ണുവിൻ്റെ കുഞ്ഞമ്മയാണ്. ബഹളം കേട്ട് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് പോലീസുകാർ ഇവിടെ വന്ന് കതവിന് വിളിക്കുന്ന കുറ്റിയിട്ട് കതകെ ചവിട്ടി ബഹളം ഉണ്ടാക്കി. വിഷ്ണു അന്നത്തെ ദിവസം പഠിത്തവും കഴിഞ്ഞിട്ട് വന്ന് കിടക്കുമായിരുന്നു. ഇവിടെ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൻ പുറത്തൊന്നും പോയിട്ടില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം തന്നെ. അങ്ങനെ വന്ന് പോലീസുകാർ പരിക്കകത്ത് കയറി വന്ന് അവനെ കിടന്നുറങ്ങുന്നിടത്തുനിന്ന് വലിച്ച് പൊക്കി എടുത്തുകൊണ്ട് വന്ന് ശരിയാക്കി ഇടിച്ച് അടിച്ച് അവനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ പുറകെ വിഷ്ണുവിൻ്റെ അമ്മ ഓടി അവിടെ ചെന്ന് പോലീസ് ജീപ്പിൻ്റെ അടുത്ത് വരെ ഓടിയപ്പോഴത്തേക്ക് അവനെ അടിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് അമ്മ ബോധം കെട്ട് ആ റോഡിൻ്റെ അവിടെ വീണു. പിന്നെ ഞങ്ങളെല്ലാം കൂടെ താങ്ങിയെടുത്താണ് ഇവിടെ കൊണ്ടുവന്നത്. ക്രൂരമായി മർദ്ദിച്ചു വിഷ്ണുവിനെ. ഇവിടെ പോലീസുകാർ വന്ന് പിന്നെ ആദ്യം വടക്കേ കതവ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കാറ്, ഒരു വലിയ കാറ്, ഒരു 10-15 പേര് കാണും. അവർ വന്ന് പിന്നെ ആദ്യം കതവ് മോനെ ചോദിച്ച് കതവലെല്ലാം അടി തുടങ്ങി. കതവലെല്ലാം അടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ കതവ് തുറക്കത്തില്ലെന്ന് പറഞ്ഞ് മോന് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അത് പോരാഞ്ഞ് ഇവർ 4 വശവും കൂടെ വളഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ കിടന്ന്, ഞങ്ങൾ 2 പ്രായമുള്ളവരാണ്, ഞങ്ങൾ കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിച്ച്. എന്നിട്ട് ആരും ഒന്നും ഇറങ്ങാനോ കാണാനോ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ഒരു SI ആണെന്നും പറഞ്ഞ ഒരാൾ കതവ് തുറക്ക്. അപ്പോഴത്തേക്ക് തെക്ക് വശം കതവെല്ലാം ഇടിച്ചു, കട്ട കൊണ്ടാണ് ഇടിച്ച്. ആ പൂട്ടും കഥകളും എല്ലാം, അതിൻ്റെ പൂട്ടെല്ലാം ഇടിച്ച് പൊളിച്ച്.
പിന്നെ ഞാൻ അവസാനം വന്നപ്പോൾ എൻ്റെ വീട് മൊത്തം നശിപ്പിക്കുമെന്ന് ഓർത്തപ്പോൾ ഞാൻ പിന്നെ കതവ് തുറന്നു കൊടുത്ത്. അങ്ങനെ അവർ കയറി എൻ്റെ മോൻ്റെ മുറിക്കകത്ത് കയറി ലാപ്ടോപ്പ് കസേരകൾ ഇതെല്ലാം തല്ലി പൊട്ടിച്ച് ഈ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് മലമാരിക്കകത്തിരുന്ന 2 സർട്ടിഫിക്കറ്റാണ് ഇത് നിങ്ങളുടെ മോൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ മോൻ്റെ ഭാവി കഴിഞ്ഞ് തന്നിട്ട് പോകുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു നിങ്ങളുടെ മോൻ്റെ ഭാവി പോയെന്ന് പറഞ്ഞ് അവരത് 2 പോലീസുകാർ യൂണിഫോമാണ്, പക്ഷേ ഗുണ്ടകളാണ് കൂടുതൽ. പോലീസുകാർ എത്ര ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. യൂണിഫോം 3-4 പേരാണ്. പിന്നെ അവർ ഓരോ മേളിൽ കയറി, അത് കഴിഞ്ഞ് മേളിൽ കയറി പിന്നെ ടി വിയുടെ എല്ലാം അടിച്ചു പൊളിച്ച്, കുടയെല്ലാം അടിച്ചു പൊളിച്ച്. പിന്നെ 2 വൈക്ക് ഇവിടെ ഇരുന്ന്, ഒരു കൊച്ചു പുറത്തുനിന്ന് കൊണ്ടുവച്ച വയ്ക്കായിരുന്നു, 1 മോൻ്റെ ആയിരുന്നു. ഇത് 2 എണ്ണം കുത്തി കീറി ഇടിച്ചു പൊളിച്ച് ഇട്ടാ പോയത്. പിന്നെ അവർ ഒരുപാട് ഒരാൾ തന്നെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു. ഇനി അടുക്കളയിലെ പാത്രം വരെ അവർ പരിശോധിച്ചു. ഇനി പരിശോധിക്കാനൊന്നുമില്ല.